ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ഞാൻ പാർവതി ഗിരീഷ്. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലത്ത് ഭൂരഹിത ഭവനരഹിതർക്കുള്ള SC വീടുകളുടെ താക്കോൽദാനവും അതിദാരിദ്ര്യമുക്ത നഗരസഭാ പ്രഖ്യാപനവും നടന്നു. ഒറ്റപ്പാലം നഗരസഭ മനസ്സിനോടിത്തിരി മണ്ണ് എന്ന പദ്ധതിയിൽ അതിദാരിദ്ര്യ കുടുംബത്തിനും SC കുടുംബങ്ങൾക്കുമുള്ള വീട് അനുവദിക്കലും താക്കോൽദാന ചടങ്ങും നടന്നു. കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രത്യേകമായി നടക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ 75ാം വാർഷിക ദിനത്തിൽ സമ്പൂർണമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിനെ പ്രഖ്യാപിക്കേണ്ടത് അത്ഭുതകരമായിട്ടുള്ള നേട്ടമാണ്. മറ്റൊന്നാണ് ഞാൻ ഈ പറഞ്ഞ ഭവന നിർമ്മാണത്തിൽ നമ്മളുണ്ടാക്കിയിട്ടുള്ള റെക്കോർഡ് മുന്നേറ്റം. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം അത് കേരളത്തിലെ വികസന പ്രക്രിയയെ എങ്ങനെ ഗുണം ചെയ്തു അല്ലെങ്കിൽ അതിന് ആക്കം കൂട്ടി എന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. 96-ലാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VK നായനാർ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കും. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ, പൊതുമരാമത്ത് കമ്മിറ്റി ചെയർപേഴ്സൺ T ലത, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, കൌൺസിലർമാരായ കല്യാണി, അഷ്കർ അലി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒറ്റപ്പാലം നഗരസഭയിലെ 11ാം വാർഡിലെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ 10 സെന്റ് സ്ഥലത്താണ് 5 കുടുംബങ്ങൾക്കുള്ള വീട് ഒരുങ്ങിയിരിക്കുന്നത്. നഗരസഭ പട്ടികജാതി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 40 ലക്ഷം രൂപയും പിന്നീട് 15 ലക്ഷം രൂപയും വകയിരുത്തിയാണ് ഇതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ചുറ്റുമതിൽ നിർമ്മാണം, ഇന്റർലോക്ക് വിരിക്കൽ എന്നീ പ്രവൃത്തികളടക്കം പൂർത്തീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി മുൻഗണനാ പ്രകാരം ഗുണഭോക്താക്കളെ കണ്ടെത്തി കൌൺസിൽ അംഗീകാരം നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് വീട് നൽകിയിരിക്കുന്നത്.